ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസന്നദ്ധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന ആഴമായ ബോധ്യത്തിലേക്ക്, അപബോധത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ നയിക്കാം. ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവെ, ബോധ്യങ്ങളിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന്, അത് ഞങ്ങളുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന മണിക്കൂറിൽ ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകം, നിറവ്, സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നല്ല അമ്മയെ നമ്മുടെ സമീപത്തേക്ക് വിളിച്ച് അമ്മയോട് ചേർന്ന് നമുക്കിരുന്ന് വചനം ശ്രവിക്കാം. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള തിരുവചനം ആഴമായ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ്. വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: അവൻ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവനെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. തിരുവചനം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. 2 അന്ധന്മാർ വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അങ്ങനെ യാചിക്കുമ്പോഴാണ് ഒരു വലിയ ജനക്കൂട്ടം കടന്നു പോകുന്നതിൻ്റെ ആരവം അവർ കേൾക്കുക. കാണാൻ സാധ്യമല്ലെന്ന് നമുക്കറിയാലോ. ഈ ആരവം കേട്ടപ്പോൾ അവർ അന്വേഷിച്ചു, ആരാണ് കടന്നു പോകുന്നത്? എന്താണ് ഇന്നിത്ര വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ആരവം? ജനക്കൂട്ടം പറഞ്ഞതേ, നസ്രായനായ യേശു കടന്നു പോകുന്നു, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ ഈ അന്ധന്മാർ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. അന്ധന്മാരുടെ യാചനകളുടെ മുമ്പിൽ അവർ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ ജനക്കൂട്ടത്തിനത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവർ പറഞ്ഞില്ലേ, മിണ്ടാതിരിക്കുക. എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാനായിട്ട്, വലിയൊരു കാര്യം ഞങ്ങൾ കാണാനായിട്ട് ഇതാ പോവുകയാണ്. ഞങ്ങൾ ഗുരുവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഗുരുവിനെ ശല്യപ്പെടുത്തരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നീ മിണ്ടാതിരിക്കുക. പക്ഷെ അന്ധന്മാർ, വചനം പറയുന്നു, അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ കൂടുതൽ ഉച്ചത്തിലുള്ള നിലവിളി ഗുരുവിൻ്റെ കാതുകളിൽ മുഴങ്ങി. ഗുരു എന്തു ചെയ്തു? അവനവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അവരെ വിളിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ഈശോ അവരെ അടുത്തേക്ക് വിളിക്കുന്നു. എന്ത് ചെയ്തു തരണമെന്ന് ഈശോ ചോദിക്കുന്നു. തങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണമെന്ന് അവർ പറയുന്നു. ഈശോ അവരെ സ്പർശിക്കുന്നു. അവർ സൗഖ്യം പ്രാപിക്കുന്നു. അവരും ഈശോയെ അനുഗമിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു അന്ധത ബാധിച്ചിട്ടുണ്ടാകാം. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്നവരാകാം. യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥമാകുന്നൊരു ഹൃദയത്തോടെ ഇന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിൽക്കുകയായിരിക്കാം. ഈ ദിവസം എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? ആരോട് ചോദിക്കണം? ആരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും? ആരെന്നെ ഒന്ന് സഹായിക്കും? പ്രിയ സഹോദര, സഹോദരി, വചനം നമ്മെ പഠിപ്പിക്കുന്നു, കൂടുതൽ ഉച്ചത്തിൽ നീ നിലവിളിക്കുക നിൻ്റെ ദൈവത്തെ. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് വലിയ ആരവങ്ങൾ ലോകത്തിൽ ഇന്ന് അരങ്ങേറുമ്പോൾ, വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളുമൊക്കെ നിനക്ക് ചുറ്റുമുണ്ടാകുമ്പോഴും
നിന്റെ രോദനം കേൾക്കുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് നീ നിൽക്കുന്നിടത്തുണ്ട്. നിന്റെ ഏറ്റവും അടുത്ത സമീപത്തുണ്ട്. നീ അതിനർഹിക്കുന്നുണ്ടോ? നിനക്കൊരു ഒന്ന് നിലവിളിക്കാൻ, ഒന്ന് ഉച്ചത്തിലൊന്ന് കരയാൻ, ദൈവമേ എന്നൊന്ന് വിളിക്കാൻ നിന്റെ ഹൃദയത്തിൽ ഒരു രോദനം, ഒരു സ്വരം, ഒരു ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് പൊട്ടിപ്പുറപ്പെടുമോ? എങ്കിൽ ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. തിരുവചനങ്ങൾ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. തിരുവചനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമ്മെ ഒരു വലിയ കാര്യം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എത്ര വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും ദൈവം കേൾക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല? എന്നെ മറന്നുപോയോ? എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? ദൈവത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരെ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ നിലവിളി ദൈവം കേൾക്കാതെ പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വേദനിക്കുന്നവന്, നീ മൂലം മറ്റൊരുവൻ വേദനിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ രോദനത്തിന് മുമ്പേ നീ വേദനിപ്പിക്കുന്നവൻ്റെ രോദനം ദൈവസന്നിധിയിൽ എത്തുമെന്ന് നമുക്ക് വിസ്മരിച്ചു പോകാതിരിക്കാം. ദൈവ നിലവിളി കേൾക്കും. അവിടുന്ന് വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, പരദേശിയുടെ നിലവിളി ഞാൻ കേൾക്കും. നീ അനാഥനെ പീഡിപ്പിച്ചാൽ, നീ മൂലം അവൻ നിലവിളിച്ചാൽ അവൻ്റെ രോദനം ഞാൻ കേൾക്കും. വചനം പറയുകയാണ്, എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. നീ ആരെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്നുവോ, ഏത് കാരണത്തിന് വേണ്ടി അവൻ വേദനിക്കപ്പെടുന്നുവോ, അതേ കാരണത്തിലേക്ക്, അതേ അവസ്ഥയിലേക്ക് നീയും കടന്നു വരാൻ ഒരു സാധ്യത ഉണ്ടാകുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അവരെ നിലവിളിക്കാനായിട്ട് എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതം കാരണമാകാതിരിക്കട്ടെ. വേദനിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടോ? മറ്റൊരിടത്ത് നീ പോകേണ്ടതായിട്ടില്ല. ദൈവസന്നദ്ധിയിൽ നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്ന് നീ നിന്റെ ദൈവത്തെ വിളിക്കുക. അവൻ നിന്റെ രോദനം കേൾക്കും. തുടർന്ന് വീണ്ടും വചനം പറയുന്നു, നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയവൻ സൂര്യാസ്തമയത്തിന് മുമ്പ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അതുമാത്രമാണ് അവനുള്ള പുതപ്പ്. തൻ്റെ ശരീരത്തിൽ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ച് കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും. ഞാൻ കരുണയുള്ളവനാണ്. രാത്രിയിൽ തണുപ്പകറ്റാൻ ഒരു പുതപ്പ് ശരീരത്തിലിടാൻ ഇല്ലാത്ത ഒരുവൻ്റെ വേദന, തണുക്കുമ്പോൾ അവൻ തൻ്റെ ദൈവത്തെ വിളിച്ച് കരഞ്ഞാൽ ആ രോദനം ദൈവം കേൾക്കും. കാതോർത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് മറന്നു പോകാതിരിക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു സൂസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നമുക്ക് മറക്കാൻ സാധ്യമല്ലല്ലോ. നമുക്ക് അറിയാവുന്നതും ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതും കേട്ട് പരിചയമായിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് സൂസന്നയുടെ ജീവിതത്തിൻ്റെ അനുഭവം. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 തുടങ്ങി സൂസന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വരച്ചു വെക്കുകയാണ്. 13-ാം അധ്യായം 1 തുടങ്ങിയുള്ള തിരുവചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. യോവാക്യീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു.
മോശയുടെ നിയമം അനുസരിച്ച് അവൾ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു. യോവാക്യം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൂസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഹിൽക്കിയയുടെ മകളായ സൂസന്ന അതീവ സുന്ദരിയായിരുന്നു എന്ന് മാത്രമല്ല, അവൾ ബാല്യകാലം മുതൽ മാതാപിതാക്കളാൽ പഠിപ്പിക്കപ്പെട്ടവരാണ്. മോശയുടെ നിയമം അവർ നന്നായിട്ട് മകളെ പഠിപ്പിച്ചിരുന്നു. ദൈവഭയത്തിലും ദൈവനീതിയിലും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തങ്ങളുടെ മകളെ അവർ അഭ്യസിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് ദൈവഭക്തിയിൽ വളർന്ന സൂസന്ന അവൾ വിവാഹിതയായി. ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട 5-ാമത്തെ വചനം പറയുന്നു, അക്കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് 2 ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു. അവരെപ്പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു, ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു. ന്യായാധിപന്മാരിൽ നിന്ന്, നീതി പാലിക്കേണ്ടവരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 2 ന്യായാധിപന്മാർ, ശ്രേഷ്ഠന്മാർ നിയമിക്കപ്പെട്ടു. ഇവർ കൂടെ യോവാക്യമിൻ്റെ വീട്ടിൽ പോയിരുന്നു. വ്യവഹാരങ്ങളിൽ അവരെ സമീപിക്കുമായിരുന്നു ജനങ്ങൾ. അപ്പോൾ യോവാക്യം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി, കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി, അവരുടെ വേദനകൾ പങ്കുവെക്കുന്നതിനൊക്കെ വേണ്ടി. ഇങ്ങനെ ആളുകൾ വന്ന് എല്ലാ ദിവസവും വരികയും പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ ആളുകളെല്ലാം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും. അതൊരു പതിവ് ചടങ്ങായിരുന്നു. എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാർ, പുതുതായി നിയമിക്കപ്പെട്ട ഈ 2 ശ്രേഷ്ഠന്മാർ അവളെ എല്ലാ ദിവസവും അവളെ കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു. അവളോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി. ഈ പെൺകുട്ടിയുടെ സൗന്ദര്യമാകാം, അവളുടെ ലാവണ്യമാകാം, ഈ ശ്രേഷ്ഠന്മാർ, ജനത്തെ നയിക്കേണ്ടവർ, നീതി പാലിക്കേണ്ടവർ, ധർമ്മം പാലിക്കേണ്ടവർ, അവർ ധർമ്മം മറന്നു, നീതി വെടിഞ്ഞു. അവർ ഈ പെൺകുട്ടിയിൽ, ഈ ഒരു യോവാക്യം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയിൽ അവർ ആകൃഷ്ടരായി. 15-ാമത്തെ തിരുവചനം പറയുന്നു, അവർ തക്കം നോക്കിയിരിക്കവേ പതിവ് പോലെ അവൾ 2 തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു. വലിയ ചൂടായിരുന്നത് കൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി. ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന ഈ 2 ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ ഒളിച്ചു നിന്ന് നോക്കുന്ന ശ്രേഷ്ഠന്മാരെ ഈ സൂസന കണ്ടിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. അവളെ സംബന്ധിച്ച് വളരെ സേഫായൊരു സ്ഥലം, ഭർത്താവിൻ്റെ ഉദ്യാനത്തിലേക്ക് മറ്റാരും കടന്നു വരാത്ത സമയം, ഒന്ന് കുളിക്കാൻ അവൾ തീരുമാനിച്ചു. തോഴിമാരെ, കുളിക്കാനുള്ള സാധനങ്ങളെല്ലാം ക്രമീകരിക്കാൻ തോഴിമാരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവൾ ഉദ്യാനത്തിൻ്റെ വാതിലുകൾ അടച്ചു. വചനം പറയുന്നു, ഈ 2 പതിയിരുന്ന് നോക്കിയിരുന്ന ഈ 2 ശ്രേഷ്ഠന്മാർ അവളുടെ അടുക്കിലേക്ക് സമീപിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇപ്പോൾ ഇത് ഉദ്യാനത്തിൻ്റെ വാതിലുകളൊക്കെ അടയ്ക്കപ്പെട്ടു, ഇവിടെ ആരുമില്ല, നമ്മൾ സുരക്ഷിതരായി, മറ്റാരുമില്ല ഇവിടെ. അതുകൊണ്ട് നീ ഞങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങി തരിക. ഇല്ലെങ്കിൽ നിന്റെ കൂട്ടത്തിൽ ഒരു യുവാവുണ്ടായിരുന്നെന്നും നീ അവിഹിതമായൊരു ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും അതിന് ഞങ്ങൾ സാക്ഷികളാണെന്നൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും, നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും, അത് നിന്റെ ജീവൻ ഹനിക്കും. ഈ സൂസന്നയ്ക്ക് മനസ്സിലായി താൻ അകപ്പെട്ടു കഴിഞ്ഞു. ഈ 2 വ്യക്തികളുടെ മുമ്പിൽ എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യം. അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. അവൾ നെടുവീർപ്പിട്ടു. വചനം പറയുന്നു, 24-ാമത്തെ തിരുവചനം, സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. നിലവിളിയല്ലാതെ മറ്റൊന്നും അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. 2 കാര്യമാണ് അവളുടെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ അവൾ പാപത്തിന് വഴങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഈ 2 വ്യക്തികളിൽ നിന്ന് താൻ രക്ഷിക്കപ്പെടണം. അതിനുള്ള സാധ്യത അവളുടെ മുമ്പിൽ മങ്ങി. പിന്നെ എന്താണുള്ളത്? എന്നാൽ പാപത്തിന് കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് ഇവർ പറയുന്ന കുറ്റാരോപണങ്ങളൊക്കെ കേൾക്കാൻ അവൾ മനസ്സിനെ ഒരുക്കി. എന്നിട്ട് അവൾ നിലവിളിച്ചു. ആളുകളെ കൂട്ടാനായിട്ട് അവൾ ശ്രമിച്ചു. അവർ നിലവിളിച്ചപ്പോഴേക്ക് ഈ ശ്രേഷ്ഠന്മാരുടെ സ്വഭാവം മാറി. അവർ അട്ടഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓടിക്കൂടിയ ജനത്തോട് അവർ പറഞ്ഞു, ഇവളുടെ കൂട്ടത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു, ഞങ്ങളത് കണ്ടു, ഞങ്ങൾ അടുത്തെത്തിയപ്പോഴേക്കും അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഇവൾ പിടിക്കപ്പെട്ടവളായി.
വചനം വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. 35-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും വചനം പറയുന്നു, അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി. അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരു വിചാരണ നടന്നു. ആ വിചാരണയിൽ അവൾ കുറ്റക്കാരിയായി. 41-ാമത്തെ വചനം പറയുന്നു, അവർ അവളെ മരണത്തിന് വിധിച്ചു. അങ്ങനെ മരണത്തിന് വിധിക്കപ്പെട്ട ഈ പെൺകുട്ടി 42-ാമത്തെ വചനം പറയുകയാണ്, അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുതകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, അവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. നിലവിളി കേട്ട് ദൈവം ഉടനെ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചു ബാലന്റെ മനസ്സിനെ ഉണർത്തുകയാണ്. അവൻ പറഞ്ഞത്, ഇസ്രായേലിലെ പെൺകുട്ടി യഥാവിധി ചോദ്യം ചെയ്യപ്പെടാതെ പിടിക്കപ്പെട്ടിരിക്കുന്നു, മരണശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ശരിയല്ല, ഞാനിത് അംഗീകരിക്കുന്നില്ല. തുടർന്ന് വചനം പറയുകയാണ്, 46-ാമത്തെ വചനം, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം നിശ്ചലമായി നിന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട്. 53-ാമത്തെ വചനം പറയുകയാണ്, ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ, നിന്റെ മുൻകാല പാവങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആ കൊച്ചുബാലൻ വിളിച്ചു പറഞ്ഞു. പിന്നീട് അവരെ ഓരോരുത്തരെയും മാറ്റി നിർത്തിയിട്ട് ഓരോരുത്തരെ ചോദ്യം ചെയ്തു. അവർ രണ്ടുപേരും, ഈ പെൺകുട്ടി, ഈ സൂസന്ന എന്ന് പറയുന്ന സ്ത്രീ യുവാവിനോടൊത്ത് പാപം ചെയ്തത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു. ആ രണ്ടുപേരോട് മാറി മാറി ചോദിച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞ സ്ഥലം വ്യത്യസ്തമായിരുന്നു. അവരുടെ കള്ളത്തരം മനസ്സിലായി. അങ്ങനെ ഈ സൂസന്ന എന്ന് പറയുന്ന പെൺകുട്ടി മരണശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെടുകയും ഈ രണ്ട് ശ്രേഷ്ഠന്മാരെ മരണത്തിന് വിധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെതിരെ ആര് അസത്യങ്ങൾ പറയട്ടെ, നമുക്കെതിരെ എന്തെല്ലാം കുറ്റാരോപണങ്ങൾ ഉണ്ടാകട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, നീതിയുള്ള നിന്റെ ഹൃദയത്തിൻ്റെ രോദനം ദൈവം കേൾക്കും. അതുകൊണ്ട് നീ ലോകത്തെ ഭയപ്പെടേണ്ടതില്ല, തിന്മയെ നീ ഭയപ്പെടേണ്ടതില്ല. നിനക്കെതിരെ ഉയരുന്ന ഒരു സ്വരവും നീതിമാനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അത് കടന്നു ചെല്ലുമ്പോൾ നിന്റെ മേലുള്ള ശിക്ഷ രക്ഷയായി മാറ്റാൻ നിന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് മറന്നു പോകാതിരിക്കുക. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മറ്റൊരു അനുഭവം തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിലാണ്. മനോഹരമാണ് തോബിത്തിൻ്റെ പുസ്തകം. അതിൽ 3-ാമത്തെ അധ്യായത്തിൽ അന്ധനായിത്തീരുന്ന തോബിതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് നീതിമാനായിരുന്ന തോബിത്, സൽകൃത്യങ്ങളിൽ മുഴുകിയിരുന്ന തോബിത് പറയുന്നു, ഞാൻ നീതിമാനായിരുന്നു. അങ്ങനെ നീതിനിഷ്ഠയോടെ ജീവിതം നയിച്ച് ക്രമീകരിച്ച തോബിത് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സൽകൃത്യങ്ങൾക്കിടയിൽ അദ്ദേഹം അന്ധനായിത്തീരുന്നു. അങ്ങനെ ആ അന്ധത ബാധിച്ച് ഒരു വൈദ്യനും സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത വിധം അവൻ അന്ധത ബാധിക്കപ്പെട്ടപ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ദുഃഖഭാരത്തോടെ കരഞ്ഞ് ഹൃദയവ്യതയോടെ പ്രാർത്ഥിച്ച തോബിത്. അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ചൊരു പ്രാർത്ഥന ഉയരുന്നുണ്ട്. അത് 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിലാണ് നമ്മളത് കാണുക. സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. മേദിയായിലെ എക്ബത്താനായിൽ റഹ്ബേലിൻ്റെ മകൾ സാറായെ അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണ് അവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും അസ്മേദോസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞെരിച്ചു കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. പാവപ്പെട്ട ഒരു പെൺകുട്ടി മനസ്സറിവില്ലാതെ സംഭവിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു കഠിനമായ വേദനയുടെ നിമിഷങ്ങളിൽ മറ്റാർക്കും കാര്യം മനസ്സിലാകാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് കുറ്റാരോപിക്കപ്പെട്ട് മാനസികമായി വ്യഥ അനുഭവിക്കുന്ന പെൺകുട്ടി, അവൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ,
10-ാമത്തെ തിരുവചനം പറയുകയാണ്, ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഒരു ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുകയാണ്. 15-ാമത്തെ തിരുവചനം പറയുന്നു, ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഏകജാതിയാണ് ഞാൻ, അവകാശിയായി അവന് മറ്റൊരു മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉടയവനോ മറ്റാരെങ്കിലുമോ ഇല്ല. എൻ്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടയാവാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? 16-ാമത്തെ തിരുവചനം പറയുകയാണ്, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നദ്ധിയിൽ എത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം പറയുകയാണ്, നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. 14-ാമത്തെ വചനം പറയുന്നു, ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. നീ ഒരു രോഗിയാണോ? നീ തളർന്നു കിടക്കുന്നവനാണോ? നീ ജീവിതത്തിൻ്റെ പലവിധ വ്യഗ്രതകൾ കൊണ്ട്, പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് നീ വേദനയുടെ കൊടും ചൂടിൽ നീ കിടക്കുന്ന വ്യക്തിയാണോ? വചനം പറയുന്നു, സ്വർഗം തുറന്ന് ദൈവം തൻ്റെ ദൂതനെ അയക്കും നമ്മുടെ ജീവിതത്തിലേക്ക്. ആ ദൈവത്തിൽ ഉള്ള പ്രത്യാശ നമുക്ക് കൈവെടിയാതിരിക്കാം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക, സങ്കീർത്തനം 18-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കുഞ്ഞെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നിന്റെ കഷ്ടതയുടെ ഈ തീച്ചൂളയിൽ കിടന്ന് നീ നിന്റെ ദൈവത്തെ വിളിച്ചാൽ അവൻ സ്വർഗം തുറന്ന്, അവൻ്റെ വസതി തുറന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 34-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു. നീ എത്ര ചെറിയവനാവട്ടെ, നീ ദരിദ്രനാകട്ടെ, നികൃഷ്ടനാവട്ടെ, ഒരു വേള ജീവിതത്തിൽ പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ കഴിയുന്നവനാകട്ടെ, നിന്റെ നിലവിളിയുടെ സ്വരം നിന്റെ ദൈവത്തിൻ്റെ കാതുകൾ തുളച്ചു കയറുമെന്ന് വിസ്മരിക്കാതിരിക്കുക. 50-ാമത്തെ അധ്യായം സങ്കീർത്തനം 50 15-ാമത്തെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. ജീവിതത്തിൽ അനർത്ഥകാലം സംഭവിക്കുമ്പോൾ നീ എന്നെ വിളിക്കാൻ മറക്കല്ലേ. സ്നേഹിക്കുന്ന പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നിന്നിലെ അന്ധത അവിടുന്ന് എടുത്തു നീക്കട്ടെ. നിന്റെ വിശ്വാസരാഹിത്യം അവിടുന്ന് ഇല്ലാതെയാക്കട്ടെ. വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തണമേ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുഹിതം എന്നിൽ സംഭവിക്കട്ടെ. നിലവിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന രോദനങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയരുമെന്ന വലിയ പ്രത്യാശയോടെ നമുക്ക് അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം അങ്ങേ കാതുകളിൽ എത്തട്ടെ. ആമേൻ.